അറിയിച്ചിട്ട് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തെ കൊന്നു തന്നാൽ ഞങ്ങളുടെ ഈ വെളുത്ത ശരീരം നിന്റെ കടപ്പറയിൽ തരാമെന്ന് പറഞ്ഞപ്പോ രണ്ട് തൊലിവെടുത്ത പെണ്ണുങ്ങളുടെ ശരീരം കണ്ട് അവരെ കടപ്പറയിലോട്ട് പോയ 9 യുവാക്കളെ കാരണത്താലാണ് അന്ന് സമൂഹ ഗോത്രത്തിന്റെ കാലഘട്ടത്തിൽ ഭൂമി ഉറഞ്ഞു തുള്ളിയത്. ആ സമൂഹം മുഴുവനും ഭൂമിയുടെ ഉറഞ്ഞു തുള്ളിന്റെ ഉള്ളിൽ ചത്തുമരച്ചു പോയത്. എന്തേ സഹോദരങ്ങളെ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഭൂമി കാണുകയല്ലേ? നാം ചെയ്തതെല്ലാം ഭൂമി കാണുകയല്ലേ? എങ്ങനെയാ ഭൂമിക്ക് ക്ഷമിക്കാൻ കഴിയുക? എങ്ങനെയാ ഭൂമിക്ക് ക്ഷമിക്കാൻ കഴിയുക? എത്ര വലിയവനാണെങ്കിൽ പോലും ആരാധകത്തിലെ ഫറോവയാണെന്നറിയോ? ഫറോവയുടെ സിംഹാസനം വലിയ പടിക്കെട്ടിന്റെ മുകളിലാ. 1000-ലധികം പടിക്കെട്ടുകളുടെ മുകളിലൂടെ കയറി അതിന്റെ മുകളിൽ സിംഹാസനത്തിൽ ചാരി അഹങ്കാരിയല്ല ഫറോവ. ഓരോ പടിക്കെട്ടിന്റെ ഇരുഭാഗത്തും പരിപൂർണങ്ങളായ പെൺകുട്ടികളെ നിർത്തിയിട്ട് അവരുടെ 2 മാറിടങ്ങൾ പിടിച്ചിട്ട് സ്ഫടിക വിട്ടി കയറി സിംഹാസനത്തിലിരുന്ന അഹങ്കാരിയല്ല ഫറോവ. ആ ഫറോവയെയും അള്ളാഹു കൈകാര്യം ചെയ്തത് ഈ ഭൂമിയുടെ കടലിലിട്ടിട്ടാണെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ഈ ഭൂമി എന്റേതാണടാ. പള്ളിയിലെ കാവിയാര് പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഈ ഭൂമി എന്റേതാണടാ. എന്റെ കയ്യിൽ പണമുണ്ടടാ. എന്റെ കയ്യിൽ ATM കാർഡ് കൊണ്ടുപോയി ATM ഇട്ടാല് പളുപളുത്ത നോട്ട് വരുമെന്ന് പറഞ്ഞ് പള്ളിയിലെ കാവിയാരെ പടിയടച്ച് പിണ്ഡം വെച്ച് മകന്റെ കമ്മിറ്റിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഞാനാണടാ വലിയവനെന്ന് പറഞ്ഞ ഫറോവയുടെ ഭൂമിയെ കുറിച്ച് രണ്ടാമത് ഞാൻ പറയുകയാണ്. ഈ ഭൂമിയുടെ മുകളിൽ അഹങ്കാരം പറഞ്ഞവനെയാണ് അള്ളാഹു ലോകത്തിലെ ഏറ്റവും വലിയ ദാരുണ മരണം കൊടുത്തത്. ചിന്തിച്ചോളി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത ഖുർആൻ പറയും. അള്ളാഹു മനസ്സിൽ നിന്ന് അഹങ്കാരമൊക്കെ മാറ്റിത്തരട്ടെ. ആരാണ് മൂസാ നിന്റെ അള്ളാഹു ചോദിച്ചു. മൂസാ നബി പറഞ്ഞു അല്ലദീ യുനസ്സിലുൽ ഗൈസ, ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചവനാ എന്റെ അള്ളാഹ്. ഇനി ഭൂമി കരയണ സമയമൊക്കെയുണ്ട്. എല്ലാം ഞാൻ പറയാം. ഭൂമി തുള്ളണ സമയമുണ്ട്, ഭൂമി കരയണ സമയമുണ്ട്, ഭൂമി എതിരെ വേളു ചൂണ്ടണ സമയമുണ്ട്. അള്ളാഹു 3 സമയം നമുക്ക് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ ഒരു നിശബ്ദം നോക്കി ഒരു സൂചി ചാക്ക് എടുക്കുന്ന നിശബ്ദം. എത്രയോ വയസ്സായ ആളുകളുണ്ടാവും. എല്ലാവരും നിശബ്ദമായി നിൽക്കാൻ അള്ളാഹു കബൂലാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയുടെ കാര്യത്തിൽ അഹങ്കാരം പറഞ്ഞവനെയാണ് ഭൂമി എന്ത് ചെയ്തത്? ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ എന്റെ അള്ളാഹ് എന്ന് പറഞ്ഞു. മൂസാ നബി പൊട്ടിത്തിരിച്ചിട്ട് പറഞ്ഞു, മൂസ എന്നാലും നിന്റെ അള്ളാഹ്ക്ക് മേലെ ഞാനാരാ? ഇവിടെ അള്ളാഹ്ക്ക് മേലെ വളർന്നവന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അള്ളാഹ്ക്ക് മേലെ വളർന്നവന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പൊന്നുമോനെ, ഈ സമ്പത്തും ഈ അഹങ്കാരം ഓരോരുത്തരെയും തുണച്ചിട്ടില്ല, ഇനി തുണയ്ക്കും. ആ ഒരു അഹങ്കാരം ആർക്കും. നമുക്ക് ഇച്ചിരി പച്ച പണം ഇങ്ങോട്ട് ഒരു ATM കാർഡ് ഇട്ടാലേ പെട്രോളുകൾ കൊണ്ട് കുറെ ഉച്ചിഷ്ടം ഗൾഫിൽ നിന്നും വന്നു. ഇവിടെ കുറച്ച് പണവും നമുക്ക് ATM കാർഡ് ഇട്ടാൽ കിട്ടി. സർവ്വ പെണ്ണിന്റെ കയ്യിൽ ATM കാർഡ് ഉണ്ട്, സർവ്വ ആണിന്റെ കയ്യിൽ ATM കാർഡ് ഉണ്ട്. കൊണ്ടയിട്ടാൽ കിട്ടും. പച്ചപ്പളപ്പിന്റെ നോട്ടുണ്ട്. മൂസ നിന്റെ അള്ളാഹ്ക്ക് മേലെ ഞാനാന്ന് പറഞ്ഞ സുരവ്. എന്താ നിന്റെ അള്ളാഹ്ക്ക് മഴ പെയ്യിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഈ മിസ്ർ എന്റേതാണടാ. ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ നൈല് പോലും ഒടുങ്ങുന്നത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ഈ നൈല് പോലും അടങ്ങുമായിരുന്നില്ല എന്ന് പറഞ്ഞ ആളല്ലേ ഫിറഔന്റെ സിംഹാസനമേടാ. 1000 പടിക്കെട്ട്, അതിന്റെ മുകളിലാണ് സിംഹാസനം. 1000 പടിക്കെട്ടിന് മാറിടം തുറന്നിട്ട് സുന്ദരികളായ പെൺകുട്ടികളെ. ഫിറഔന്റെ പടിക്കെട്ടിന് ഗോവണിക്ക് സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നില്ല. ആരാ ഫിറഔൻ? 1000 പടിക്കെട്ട്, സ്വർണത്തിന്റെ പടിക്കെട്ട്. ആ പടിക്കെട്ടിന് സ്റ്റെയർ കേസ് ഇല്ല. നമ്മൾ സ്റ്റെയർ ഇട്ടാൽ അതിനൊരു പിടി ഉണ്ടാവില്ല കയറി പോവാൻ. ഇമാതിരി എസ്കലേറ്റർ ഒന്നുമില്ല. 1000 പടിക്കെട്ടിൽ പരിപൂർണ നഗ്നകളായ പെൺകുട്ടികൾ അവരുടെ മാറിടത്തിൽ പിടിച്ചിട്ടാണ് ഫിറഔൻ മുകളിലോട്ട് കയറുന്നത്. അറിയോ നിങ്ങൾക്ക്? എവിടെയാ മനുഷ്യൻ? അന്ന് മൂസ പറഞ്ഞു വേണ്ട. റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇൻ കുന്തും ലാഇബീൻ. കളി വേണ്ട, പണത്തിന്റെ അഹങ്കാരം വേണ്ട, അഹങ്കാരത്തിന്റെ ഗർവ് വേണ്ട. ആകാശഭൂമികളുടെ തദ്ബീർ നടത്തുന്ന തമ്പുരാനുണ്ട്. ആ തമ്പുരാനെ കോപിപ്പിക്കരുത് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞിട്ടാണടാ നൈലൊടുക്കുന്നതെന്ന് പറഞ്ഞ ഫറോവ അവസാനം എവിടെ അവസാനിച്ചു? ഈ വെള്ളം എന്റെ കയ്യിലാന്ന് പറഞ്ഞവന് വെള്ളം കുടിച്ചിട്ട് ചത്തുപോയ കഥയുണ്ടെങ്കിൽ അത് ഫിറൗന്റെ കഥയേ ഉള്ളൂ.
ചെങ്കടലിന്റെ ഉപ്പുവെള്ളം നന്നാക്കിലോട്ട് തട്ടിയപ്പോഴാണ് ഈ ഫിറഔൻ പറഞ്ഞത് ആമന്തു ബിറബ്ബി മൂസാ വ ഹാറൂൻ. മൂസാ നബി പറഞ്ഞ, ഹാറൂൻ നബി പറഞ്ഞ ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദി ആമനതു ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായീൽ പറഞ്ഞ ഞാൻ വിശ്വസിക്കുകയാ, അല്ലാഹുവേ നീ മതി, എനിക്ക് പടച്ച റബ്ബ് മതി എന്ന് പറഞ്ഞ് ആ ഫിറഔനാണ് മരിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ ഫിറഔൻ ചെങ്കടലിന്റെ ഉപ്പുവെള്ളത്തിൽ കിടന്ന് ചത്തുപോയാൽ സഹോദരങ്ങളെ ഫിറഔൻ എവിടെ പോയി? അല്ലാഹുവിന്റെ ഖുർആൻ ഭൂമിയെ കുറിച്ച് പറയുന്നത് ഭൂമിയുടെ മുകളിൽ അഹങ്കാരത്തോടെ ചവിട്ടി നടന്നവനെ ആ ഭൂമി തന്നെയാണ് കൈകാര്യം ചെയ്തത്. കൊട്ടാനി മുന്തുള്ളി ഫിഞ്ചോരക്കെട്ട പിന്നീന്ന് കാഷ്ടമ ചുമന്നോരു കൊട്ട റൂഹൊന്ന് വിട്ടാൽ സത്ത ചകമല്ല കൊട്ട പറനിന്റുടൽ കെന്ത് ബഹുമാനം കൊട്ട. കേട്ടിട്ടുണ്ടത്? ഈ പാട്ട് കേട്ടിട്ടില്ല? പൊട്ടാനി മുന്തുള്ളി ഫിഞ്ചോരക്കെട്ട പിന്നീന്ന് കാഷ്ടമ ചുമന്നോരു കൊട്ട റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട പറനിന്റുടൽ കെന്ത് ബഹുമാനം പൊട്ട. പകൽ കണ്ണടച്ചാൽ ഇരുളാമ പൊട്ട സ്വന്തം തെളിച്ചാൽ പതിറാമ പൊട്ട നട്ടാൽ നെല്ല് വിളയൂമ പൊട്ട നാരായം വിട്ടാസ് ചുറ്റൂമ പൊട്ട. അകക്കണ്ടുറന്നൊന്ന് നോക്കിക്കെ മൂടാ, അകക്കണ്ടുറന്നൊന്ന് നോക്കിക്കെ മൂടാ ഉത്സാരമോത്താലുറങ്ങാമോ കേടാ. അകക്കുൾ തുറക്കുൾ അടക്കല്ല മാടാ മൂടിട്ട ചെപ്പിൽ മുത്തുണ്ട് കേടാ. പാടിപ്പിടിക്ക് മലബാറിലെ കുട്ടികള് ആണത്തമുള്ള മാപ്പിള ശുഭതാക്കളുടെ മക്കളാണെങ്കിൽ ലോകത്തിന്റെ സാമ്രാജ്യത്വത്തിനോട് നെഞ്ചി വിരിച്ചു നിന്ന് മറുപടി പറഞ്ഞ വൈശാലിക അധിനിവേശത്തെ അറബിക്കടലിന്റെ അരമാല കടത്തിയിട്ട് വിട്ട മക്കളാണെങ്കിൽ പൊന്നു പെങ്ങളെ മണിക്ക് ലോകത്തുള്ള 140 രാഷ്ട്രത്തിൽ ഏതൊക്കെ പെണ്ണ് തുണി വിരിഞ്ഞാടിയാലും അത് കാണുന്നതിന് പുറമെ ധൈര്യമുണ്ടോ അതിനൊക്കെ സമരമാല കാടാണ് സുജായി മുഹമ്മദ് മുസ്ലിയാരുടെ സമരമാല. മലബാറിലെ ആണത്തമുള്ള ആൺകുട്ടി പാടി നോക്ക്. അല്ലാതെ ഞാൻ കെട്ടിയ പെണ്ണിന് ചന്തം കുറവാന്ന് പാടിയാലേ സുക്കൂനായിട്ട് നല്ല കാത്തു കസറാണെങ്കിൽ പറയാൻ പറ്റുമോ? ചന്തത്തിന് കസറായി പോയാലേ പിന്നെ അത് വെളിയിൽ പറയാം, അത് ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റുമോ? എന്താ സഹോദരൻ അതുകൊണ്ട് കിട്ടിയതെന്താ? ആവാസത്തിന്റെ നാട്, ആവാസത്തിന്റെ അശ്ലീലതയുടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാടി നോക്ക്. സിഗായി ചോദിക്കട നീ ആരാടാ മനുഷ്യ, നീ ആരാടാ വിളിച്ച് പറയാതെ വല്ലപ്പോഴൊന്നും പോകാൻ പറ്റൂല. എടാ ഈ പണത്തിന്റെ പേര് നീ എന്ത് നെഞ്ചു വിരിച്ചിട്ടാ ഈ ഇതിനേക്കാണ് ആടിയവന്മാരുണ്ടായിരുന്നത്. എന്തിയെ പള്ളിക്കാട്ടിലെ മണ്ണിനോട് ചോദിച്ചു നോക്ക്. അരിസ്റ്റോട്ടിൽ അടങ്ങിയതും അവിടെയാ, നെപ്പോളിയൻ അടങ്ങിയതും അവിടെയാ. പുറകിൽ വന്നിട്ട് റോക്കറ്റ് വിക്ഷേപിച്ചാൽ നെപ്പോളിയൻ തിരിഞ്ഞു നോക്കൂല. അത്രയും വലിയ ധീരശൂര പരാക്രമിയാ നെപ്പോളിയൻ ബോണപ്പാട്ട്. പക്ഷെ ആ നെപ്പോളിയനും പൂച്ചയെ പേടിയായി ചരിത്രം. പുറകിൽ വന്ന് ബോംബിട്ടാൽ നെപ്പോളിയൻ തിരിഞ്ഞു നോക്കില്ല, ആ നെപ്പോളിയൻ പൂച്ചയെ പേടിയായിരുന്നു എന്ന് ചരിത്രം. സഹോദരങ്ങളെ ആ മനുഷ്യനും മലന്ന് കിടന്നു, ഫറോവയും കിടന്നു. ശരിക്കണം ഫൊട്ട, ഫൊട്ടാന്നാണ് ഫൊട്ട്, ഫായാണ്. ചിലയിടത്ത് അങ്ങനെയുണ്ട്. ലക്ഷദ്വീപിൽ പൈസ പോയിട്ടില്ല, ലക്ഷദ്വീപിൽ അവിടെ ഫായാണ്, ഫാ പറയുന്നു. ഞാൻ ലക്ഷദ്വീപിൽ അമ്പ്രോത്തിൽ പകരു പൊന്നു ഹബീബേ, പിന്നെ ഞാൻ പോയിട്ട് എന്റെ പൊന്നു ഹബീബേ, പൊന്നു ഹബീബേ. ഞാൻ ഇവിടെ അമ്പ്രോത്തിൽ പോയി കപ്പലിൽ കയറി ഒരു ത്രില്ലിന് അങ്ങ് പോയി. അവിടെ പോയി 10 ദിവസം 15 ദിവസം കപ്പല് സമരം. ഒരാള് മരിച്ചു, കപ്പല് സമരം. തിരിച്ചു വരാൻ കുടുങ്ങി വേറെ ഒന്നില്ല. ഞാൻ എന്റെ ഭാര്യ മക്കളെ ഞാൻ ഇനി കാണില്ല. അവസാനം ഏതായാലും ലക്ഷദ്വീപുകാർ ഒരു കാര്യത്തിൽ മാന്യം വരെ വാതൊക്കെ കഴിഞ്ഞു, പക്ഷെ കപ്പലില്ല. പക്ഷെ അവരെന്ത് ചെയ്തെന്നറിയോ? അവരന്ന് PM സയ്യിദിന്റെ മകനെ ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ ചാർട്ട് ചെയ്ത് അവിടുന്ന് അന്ത്രോത്തിന് നേരെ കവരത്തി. അവിടുന്ന് ഹെലികോപ്റ്ററിൽ അഗത്തി ദ്വീപില് ഹെലികോപ്റ്ററിലെ അറബിക്കടലിന്റെ മുകളിൽ കൂടെ ആ തുമ്പിമാരിയിരിക്കുന്ന സാധനത്തിൽ ഇരുന്നിട്ട് പോയ പോക്ക്. ഞാൻ ഖുർആൻ മനപ്പാടമാക്കിയത് മുഴുവൻ അതിനകത്തിരുന്നേ ഓതി. ഹാഫിളായതുകൊണ്ട് അലിഫ്ലാമി പോലെ സൂറത്തിന്റെ ആ സ്വരം ഓതാ ഒരു വിഷമം ഉണ്ടായില്ല. എന്റെ പൊന്നിന് സഹോദരങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുകയല്ലേ, 2-3 നീട് അതി വലിക്കുമ്പോ പൊങ്ങിനെ താഴെ. അവിടുന്ന് അഗത്തി എന്ന് പറഞ്ഞാൽ ആകെ 2 കിലോമീറ്റർ ഉള്ളൂ. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പോയിട്ട് ആ വിമാനത്താവളത്തിയിട്ട് ബ്രേക്ക് ഇട്ടിട്ട് കിട്ടിയില്ല. എയർ ഇന്ത്യ അല്ലേ, ബ്രേക്ക് ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റൂല, സാധനം അതല്ലേ. ആ സാധനം ഇന്നേ വരെ കൃത്യത്തിന് പറഞ്ഞിട്ടില്ലാത്ത ആ സാധനം ബ്രേക്ക് ഇട്ടിട്ട് കിട്ടിയില്ല. പിന്നെ അറബിക്കടലില്ല സാധനം, കാരണം എയർപോർട്ട് അത്രേ ഉള്ളൂ. അവിടെ നിന്ന് അവര് വകുത് കഴിഞ്ഞിട്ട് വെറുതെ വിട്ടില്ല. അവര് നേരെ എന്ത് ചെയ്തെന്നറിയോ?
ഹെലികോപ്റ്ററിൽ തന്നെ ഇവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ എത്തിച്ചു. അക്കാര്യത്തിൽ നമ്മളെ മാതിരിയല്ല. നമ്മളെ ഖത്തീബിലെ കല്യാണത്തിന് അങ്ങോട്ട് ബെൻസിൽ കൊണ്ടുപോകും, ഇങ്ങോട്ട് കപ്പലിൽ നിന്നിട്ട് ഓട്ടോ വിളിച്ചു വരാം. അത് വേറെ കാര്യം. ഹലാലായി കഴിഞ്ഞാൽ തീർന്നു. വോട്ട് ചെയ്യാൻ വേണ്ടി 90 ഉമ്മുമാനെ തോളി കയറ്റി കൊണ്ടുപോകും. പാവം അവിടെ ഇട്ടിട്ട് വോട്ട് കഴിയുമ്പോൾ അവിടെ തിണ്ണലിട്ടിട്ട് വരും. പിന്നെ അവരുടെ മക്കൾ അന്വേഷിച്ച് പോകണം. 90 ഉമ്മുമാനെ കാണാനോ നോക്കിയത് പള്ളിക്കൂടത്തിന് തിന്നാൻ കിടക്കും. അത് പിന്നീട് സഹോദരങ്ങളെ അവിടെ പായാണ് പറയാ. ഞാൻ അവിടെ ഒരു കുട്ടി വന്നു, പാ പറയുന്നുണ്ട്. ഞാച്ചു മോനെ എവിടെ പോയി? ഈ സ്കൂളിൽ പോയി. ഞാച്ചു ചോറുണ്ടോ? ഉണ്ടു. എവിടെ നിന്നാ? സ്കൂളിൽ നിന്ന്. ഞാച്ചു ചോറിന് എന്താ കറി? ഫയറും കൂടി പുഴുങ്ങിയത്. ഫയറിംഗിൽ പുഴുങ്ങിയത്, പയർ പുഴുങ്ങിയതെന്നാണ് എന്റെ. ഫയറും കൂടി പുഴുങ്ങിയതാന്ന് പറഞ്ഞു. ഞാനിക്ക് മനസ്സിലായില്ല. അവിടെ ഫായ, ഇവിടെ ശരിയായി ചോദിക്കുക. എടാ മോനെ ഒന്ന് ചിന്തിക്കുക, ഇത് മാത്രം കേട്ടിട്ട് നിങ്ങൾക്ക് പോയ എടാ നീ എന്ത് കണ്ടിട്ടായി അഹങ്കരിക്കണം? ആരോടാ ഈ മത്സരം?